എനിവേ ഒരു വിഷയം പെർഫോമൻസ് തന്നെയാണ് പോർച്ചുഗലിനെ ഗോൾ കീപ്പർ മൈതാനത്ത് കാഴ്ചവെച്ചത്. സോ അതിലോട്ട് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം നമുക്ക് പറയാം. ജൂഡ് ബെല്ലിങ്ങത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു മികച്ച ഒരു ബൈസൈക്കിൾ കിക്ക് തന്നെയാണ് അദ്ദേഹം ആ ഒരു സമയത്ത് അടിച്ചതും. ആ ഒരു ഗോളിന്റെ അനിവാര്യം അല്ലെങ്കിൽ ആ ഒരു ഗോളിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ആ ഒരു ഗോൾ ഇല്ലെങ്കിൽ ആ ഒരു കളി അവിടെ എക്സ്ട്രാ ടൈമിലേക്ക് പോകില്ല. ബെല്ലിങ്ങത്തിനെതിരെ വളരെ മികച്ച ഒരുപാട് ട്രോളുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. കാരണം റിയൽ മാഡ്രിഡിൽ പോയി കഴിഞ്ഞാൽ മികച്ച കളിയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു കളിയുമില്ല എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ബെല്ലിങ്ങം ഒരു കളിയും കളിക്കുന്നില്ല, അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയാണെന്നൊക്കെ പറയുന്നത് പോലെ വലിയ വലിയ ട്രോളുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. റിയൽ മാഡ്രിഡിലെ ഒരു ബിഗ് ഗെയിം ചേഞ്ചറാണ് നിലവിൽ ഇപ്പോഴും ജൂഡ് ബെല്ലിങ്ങം. കാരണം ബിഗ് മാച്ചുകളിൽ മികച്ച പെർഫോമൻസ് ആണ് ബെല്ലിങ്ങം ഒരുപാട് തവണ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാലൻഡിയർ പുരസ്കാരത്തിന്റെ റാങ്ക് ലിസ്റ്റിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ് ജൂഡ് ബെല്ലിങ്ങം. സോ അതുപോലത്തെ ഒരു വ്യക്തിയിൽ നിന്നുള്ള നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഒന്നും ഇംഗ്ലണ്ടിന്റെ പ്രീവിയസ് മാച്ചിൽ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇംഗ്ലണ്ടിന്റെ അവസാന മത്സരത്തിൽ ആ ഒരു അവസാന മിനിറ്റിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഗോൾ, ബൈസൈക്കിൾ ഗോൾ കിട്ടിയൻ ഗോളായിരുന്നു. ആ ഒരു ഗോൾ ഇല്ലെങ്കിൽ അവിടെ തീർച്ചയായിട്ടും അത് കളി എക്സ്ട്രാ ടൈമിലേക്ക് പോകില്ല. അതുപോലെ തന്നെ കളി ഇംഗ്ലണ്ടിന് വിജയിക്കാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ബെല്ലിങ്ങം അവിടെയും പ്രൂവ് ചെയ്തു ഇസ് എ റിയൽ ഗെയിം ചേഞ്ചർ. എനിവേ ബെല്ലിങ്ങത്തിന്റെ പെർഫോമൻസിൽ തന്നെയാണ് ഇംഗ്ലണ്ട് അടുത്ത റൗണ്ടിലേക്ക് കടന്നു കഴിഞ്ഞത് എന്ന് നമുക്ക് പറയാം. പക്ഷെ അദ്ദേഹത്തിനെ കളിയാക്കിയവരും അദ്ദേഹത്തിനെ ട്രോളിയവരൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഗോൾ സ്റ്റാറ്റ്സ് വെച്ചുകൊണ്ട് മിന്നും പ്രകടനമാണ് സ്റ്റാറ്റസിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. സോ എനിവേ ഇറ്റ്സ് ലീവ് ഇറ്റ്. നമുക്ക് പോർച്ചുഗലിന്റെ കാര്യത്തിലേക്ക് കിടക്കാം. പോർച്ചുഗലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു മികച്ച ആക്ട്സ് ഓഫ് പെർഫോമൻസും ആണ് പോർച്ചുഗലിന്റെ ഗോൾ കീപ്പർ ആയിട്ടുള്ള ഡിഗോ കോസ്റ്റോ കളികളത്തിൽ കാഴ്ചവെച്ചത്. സോ പെനാൽറ്റിയിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ മികവ് തെളിച്ചത് കളിയിൽ ഉടനീളം അദ്ദേഹത്തിന്റെ സേവുകൾ ഉണ്ടായിരുന്നു. കാരണം പെപ്പയിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റിക്കൊണ്ട് സെസ്കോ ബോൾ എടുത്ത് മുന്നോട്ട് കുതിച്ച സമയത്ത് പോർച്ചുഗൽ തോറ്റു, ഇവിടെ തീർന്നു എന്നൊക്കെ വിചാരിച്ച ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു സ്ട്രെച്ചഡ് ആയിട്ടുള്ള സേവ് ഒരു മികച്ച ബ്രില്യൻ സേവ് തന്നെയായിരുന്നു. എനിവേ റൊണാൾഡോക്ക് പെനാൽറ്റി കിട്ടിയ സമയത്തും എല്ലാവരും കളി വിജയിച്ചു എന്ന് തീരുമാനിച്ച ആ ഒരു സമയത്താണ് ഒബ്ലാങ്ങിന്റെ ഒരു കിടിലൻ സേവ് വരുന്നത്. അതിനുശേഷം ആദ്യ പെനാൽറ്റി എടുക്കാൻ റൊണാൾഡോ വരുമ്പോഴും അദ്ദേഹം വളരെ കെയർ ആയിട്ടാണ് ആ പെനാൽറ്റി അടിച്ചതും അതിനുശേഷം അദ്ദേഹം കാണികളോട് മാപ്പ് പറയുകയും ചെയ്തു. എനിവേ ഇന്നലത്തെ കിങ് എന്ന് പറയുന്നത് മറ്റാരുമല്ല, കോസ്റ്റ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ കുറിച്ചിട്ട് ഒന്നും പറയാനില്ല, നോ വേർഡ്സ്. അത്രയ്ക്കും നല്ല പെർഫോമൻസ് ആണ് കളിക്കളത്തിലും അതിനുശേഷം പെനാൽറ്റി ഷൂട്ടൗട്ടിലും അദ്ദേഹം കാണിച്ചു വെച്ചത്. അല്ലെങ്കിൽ ഒരു ലൈനിൽ തന്നെ 3 സേവുകൾ, 3 തുടർന്ന സേവുകളാണ് അദ്ദേഹം കളിക്കളത്തിൽ കാഴ്ചവെച്ചത്. എനിവേ പോർച്ചുഗൽ ക്വാർട്ടറിലേക്ക് കടന്നു കഴിഞ്ഞു. പോർച്ചുഗൽ vs ഫ്രാൻസ് മത്സരമാണ് അടുത്ത് വരാൻ പോകുന്നത്. ആര് ജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നിങ്ങൾക്കുള്ളത്? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതുപോലത്തെ പുതിയ വീഡിയോകളുമായി സ്കോറേഴ്സ് മൈൻഡ് നിങ്ങളുമായി എത്തുവാൻ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻഡ്.